എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഷ്റഫ് പ്രഭുരാണ്. INL ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. ശ്രീ കരീം പുതുപ്പാടി നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, നമ്മുടെ സംസ്ഥാന ട്രഷറർ വളപ്പിൽ സലാം, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KV സലീം, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് മൈലാഞ്ചിക്കൽ. ഞങ്ങളെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് കഴിഞ്ഞ മാസം ഞങ്ങൾ കണ്ണൂരിൽ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൽ UDFുമായി ഞങ്ങൾ 8 വർഷക്കാലമായി അവരുമായിട്ട് സഹകരിച്ച് അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, UDFിൻ്റെ ഭാഗത്ത് നിരന്തര ചർച്ചകൾ നടന്നിട്ടും നമ്മുടെ മുന്നണിയിലെടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ ക്ഷണിതാവാക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള ദുഃഖകരമായ സത്യം അന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും സ്റ്റേറ്റ് പ്രവർത്തക സമിതി യോഗം കോഴിക്കോട് ചേരുകയും ഞങ്ങൾ 15 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്ന് 5 സ്ഥാനാർത്ഥികളെ ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ പാർലമെൻ്ററി ബോർഡ് ചെയർമാനാണ് ശ്രീ കരീം പുതുപ്പാടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ 5 സ്ഥാനാർത്ഥികളെ ഇവിടെ ഇപ്പം പ്രഖ്യാപിക്കും. ബാക്കി 10 സ്ഥാനാർത്ഥികളെ ശനിയാഴ്ച ഞങ്ങൾ കോഴിക്കോട് വെച്ച് പ്രഖ്യാപിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ബാക്കി വരുന്ന 125 സ്ഥലങ്ങളിൽ ആരെ പിന്തുണക്കുന്നതെന്ന് ഞങ്ങളെ സ്കൂട്ടനിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അത് നിങ്ങളെ വിളിച്ചറിയിക്കുന്നതാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാർലമെൻ്ററി ബോർഡ് ചെയർമാനുമായിട്ടുള്ള ശ്രീ കരീം പുതുപ്പാടിയെ ക്ഷണിക്കുകയാണ്. രൂപീകരിച്ച അന്നു മുതൽ ഐക്യജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി അന്നത്തെ കൺവീനർ, UDFിൻ്റെ കൺവീനർ ബെന്നി ബെഹനാനുമായും അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, PJ ജോസഫ് ഇവരുമൊക്കെ ഞങ്ങൾ സംസാരിക്കുകയും അർഹമായ രീതിയിലുള്ള പ്രാതിനിധ്യം ഞങ്ങൾക്ക് തരാമെന്ന് അവർ രേഖാമൂലം അറിയിക്കുകയും ചെയ്തതാണ്. അതുപ്രകാരം ഞങ്ങൾ പാർട്ടി രൂപീകരിച്ച ശേഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും യാതൊന്നും തന്നെ അവരിൽ നിന്ന് നേടിയെടുക്കാതെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണുണ്ടായത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ചർച്ച തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി കണ്ണൂരിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും UDF നേതാക്കളെയും ഞങ്ങൾ കാണുകയുണ്ടായി. അവർ ഞങ്ങളോട് പറഞ്ഞത്, തെരഞ്ഞെടുപ്പിന് മുന്നേയായി നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള പ്രാതിനിധ്യം UDFിൽ നിന്ന് ലഭിക്കും എന്നായിരുന്നു പറഞ്ഞത്. ഞങ്ങൾ പലതവണ വിളിക്കുമ്പോഴൊക്കെ തന്നെ ഉടൻ തന്നെ പരിഹാരമുണ്ടാകുമെന്ന് പറയുകയല്ലാതെ വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഹാരം ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അസ്തിത്വവും വ്യക്തിത്വവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ 5 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അതിൽ കണ്ണൂരിൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, നിങ്ങൾക്കെല്ലാം അറിയാം, കണ്ണൂർ ജില്ലയിലും കണ്ണൂർ മണ്ഡലത്തിലുമൊക്കെ തന്നെ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനനായ അഷ്റഫ് പ്രഭു സാഹിബാണ് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, നാഷണൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, INLൻ്റെ സംസ്ഥാന സെക്രട്ടറി മെമ്പറായിരുന്നു. ആ രീതിയിലൊക്കെ പ്രവർത്തിച്ച ശേഷം ആണ് ഞങ്ങൾ INL ഡെമോക്രാറ്റിക്കുമായി രംഗത്ത് വന്നത്. ആ INL ഡെമോക്രാറ്റിക്കുമായി രംഗത്ത് വന്നപ്പോൾ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകർ, പക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ്, ജേക്കബ് എബ്രഹാമാണ്. പിന്നെ പേരാവൂരിൽ മത്സരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ KV സലീമാണ്. അദ്ദേഹത്തെയും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവാണ്.
ഹ്യൂമൻ റൈറ്റ്സ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ മത സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് കെ വി സലീം. അദ്ദേഹമാണ് പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മെമ്പറും ഉജ്ജ്വല പ്രാസംഗികയും 14 ഭാഷകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ശ്രീമതി പി.ടി. ഖദീജ ടീച്ചറാണ്. അതുപോലെ പറവൂരിൽ മത്സരിക്കുന്നത് സിനിമ സാംസ്കാരിക പ്രവർത്തകൻ ഷെരീഫ് മൈലാഞ്ചികരാണ്. അതുപോലെ തന്നെ 10 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അത് നാളെയോ മറ്റന്നാളോ കോഴിക്കോട് നടക്കുന്ന യോഗത്തിൽ വെച്ച് തീരുമാനമാകും. ആദ്യം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ഔട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങളങ്ങനെയല്ലല്ലോ. ഞങ്ങൾ 8 വർഷമായിട്ട് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും പിന്നെ എല്ലാ ലെറ്ററൊക്കെ തരികയും ചെയ്തതാണ്. ബെന്നി ബെഹനാൻ കൺവീനറായിരിക്കുമ്പോൾ പിന്നീട് ഞങ്ങളെ സഹകരിപ്പിക്കുന്നില്ല. ഇലക്ഷന് മാത്രം ഞങ്ങളെ ചേർത്ത് പിടിക്കുക. ഇലക്ഷൻ കഴിയാകുമ്പോൾ ഞങ്ങളുടെ അസ്തിത്വം തെളിയിക്കേണ്ടത് അനിവാര്യതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് പറയുന്നത് UDF ആണ്. ഞങ്ങളേതായാലും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുമായിട്ടൊന്ന് അവരൊരു ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ നിരന്തരമായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അവർ തുറന്നു പറയുന്നില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഞങ്ങളുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായി ഒന്നാണ്. അതിൽ നിന്നൊരു മുക്തി നേടണമെങ്കിൽ ഞങ്ങൾക്ക് മത്സരരംഗത്ത് വന്നേ പറ്റൂ. ആവശ്യപ്പെട്ടതാണ് കത്ത് കൊടുത്തതാണ്. അതിൽ കൺവീനർക്കടക്കം ചെയർമാനടക്കം UDFൻ്റെ പ്രമുഖ നേതാക്കൾക്കടക്കം ഞങ്ങൾ കത്ത് കൊടുത്തതാണ്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ അടുത്ത 10 സ്ഥലങ്ങൾ എന്ന് പറയുന്ന നിർണായക സ്ഥലങ്ങളാണ് UDFന്. മഞ്ചേശ്വരമാണ്, അറിയാലോ. വളരെ ചുരുങ്ങിയ വോട്ടിന് ജയിക്കുന്ന മഞ്ചേശ്വരത്ത് ഞങ്ങളെ പ്രമുഖ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആണ്. അത് ഞങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. അതുപോലെ മഞ്ചേശ്വരമാണ് ഒന്ന്. അതുപോലെ തന്നെ ഞങ്ങൾ മറ്റ് സ്ഥലം കൊടുവള്ളി, അതുപോലെ പെരിന്തൽമണ്ണ. നിങ്ങൾക്കറിയാം, നജീബ് ജയിച്ചു വരുന്ന, ചെറിയ വോട്ടിന് ജയിച്ചു വരുന്ന സ്ഥലമാണ്. പാലക്കാട് ടൈറ്റ് ഫൈറ്റുള്ള സ്ഥലമാണ്. അതുപോലെ തൃശ്ശൂർ നമുക്കറിയാം, പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ അവിടുത്തെ പ്രമുഖനായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ നേതാവാണ് മത്സരിക്കുന്നത്. ഗുരുവായൂർ എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ്. അതുപോലെ കളമശ്ശേരി, ഹരിപ്പാട് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന സ്ഥലമാണ്. ആലപ്പുഴ, അതുപോലെ കൊല്ലം, ഈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇനി സ്ഥാനാർത്ഥികളെ ലിസ്റ്റ് പ്രഖ്യാപിക്കാനുള്ളത്. നാളെയോ മറ്റന്നാളോ കൊണ്ട് ആ ലിസ്റ്റ് കൂടി പ്രഖ്യാപിച്ച് തിങ്കളാഴ്ച എല്ലാ ഇടത്തേക്കും ഞങ്ങൾ നോമിനേഷൻ പത്രിക സമർപ്പിക്കും. ഞങ്ങൾക്ക് പഞ്ചായത്ത് ഇലക്ഷൻ്റെ വിഷയമാണ്. കാരണം ഇത് ഒരു വലിയ ഒരു എന്താ പറയുക, ഞങ്ങൾ ഈ ചർച്ച ചെയ്ത് അവർ ഞങ്ങളെ പ്രശ്നം തീർന്നിട്ടില്ല, അവരെ പ്രശ്നം തീരുന്നില്ല. അവരെ പ്രശ്നം തീർക്കാത്തിടത്തോളം ഈ നമ്മളെ പ്രശ്നം ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ലേറ്റായി പോയി ഇവരെയും പ്രതീക്ഷിച്ചു നിന്ന് ഞങ്ങൾക്ക് എവിടെയും മത്സരിക്കാൻ പറ്റാത്ത ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തി. അപ്പോൾ ഇത്തരം ഈ രീതിയിൽ അത് ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങളിപ്പോൾ ഇനിയിപ്പോഴൊക്കെ. കാരണം ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുക. കുഴപ്പമില്ലാത്ത പ്രവർത്തകരുണ്ട്. കാരണം ഞങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വളരെയേറെ കുറവ് പ്രവർത്തകരുള്ളതാണ്. ഞങ്ങളെ കൊണ്ടാകുന്ന തരത്തിലുള്ള ഞങ്ങളുടെ ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയം, ഈ പ്രവർത്തന പരിചയത്തിൻ്റെ ഒരു വോട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പുണ്ട്. കണ്ണൂരിലൊക്കെ ഞാൻ പറയുന്നു, എന്നെയാണ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. കണ്ണൂരിലൊക്കെ എൻ്റെ മണ്ഡലമാണ്. തീർച്ചയായിട്ടും കണ്ണൂരിൻ്റെ എല്ലാ പ്രാന്തപ്രദേശങ്ങളും അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, കാര്യങ്ങൾ ഒക്കെ തന്നെ ഉള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, ആളുകൾ എല്ലായിടത്തും. അപ്പോൾ നമുക്ക് ഞാൻ അതിന് മുന്നേ അപ്പോൾ ഇതിനൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഒരു ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഉള്ളത്.